وسيرة خير الأنام لنا كغيث هما للدنا واستقر. عليه الصلاة عليه السلام خليل الإله وخير البشر. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله جل في علاه والصلاة والسلام على سيدنا محمد المصطفى وعلى آله وصحبه أهل الصدق والكرم والوفاء. أما بعد. അബുദാബി സുന്നി സെൻ്ററും അബുദാബി SKSSF സംയുക്തമായി ഒരുക്കുന്ന മഹാനായ അല്ലാമ ഖാദി അയ്യാൽ തങ്ങളുടെ കിതാബ് ഷിഫ ബി തഅരീഫി ഹുഖൂഖി സയ്യിദുന അൽ മുസ്തഫ എന്ന ഗ്രന്ഥത്തിൻ്റെ പഠന യാത്രയിലേക്ക്, അതിൻ്റെ 15ാമത്തെ എപ്പിസോഡിലേക്ക്, 15ാമത്തെ മജ്ലിസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ എപ്പിസോഡിൻ്റെ തുടക്കം മഹാനായ അല്ലാമ ഖാദി അയ്യാൽ തങ്ങൾ അദ്ദേഹത്തിൻ്റെ കിതാബ് ഷിഫായിൽ ഫസ്ലുൻ ഫീ ദിക്രി തഫ്ളീലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖിയാമ ബി ഖുസൂസിൽ കറാമ, അഥവാ ഖിയാമത്തു നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്തിരിക്കുന്ന തഫ്ളീൽ, കൊടുത്തിരിക്കുന്ന സവിശേഷമായ ആ സ്ഥാനം, അനുപമമായ ആ കറാമത്ത്, ആ ബഹുമാനം, അതാണ് ചർച്ച. ഒരുപാട് ഹദീസുകൾ ഇതുമായി ബന്ധപ്പെട്ട് വാരിതായിട്ടുണ്ട്. അതിൽ നിന്ന് ചിലത് ഉദ്ധരിക്കുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന അവ്വലുൻ നാസി ഖുറൂജൻ ഇദാ ബുഇസു വഅന ഖതീബുഹും ഇദാ വഫദു വഅന മുബശ്ശിറുഹും ഇദാ അയിസു ലിവാഉൽ ഹംദി ബിയദി വഅന അക്റമു വൽദി ആദമ അലാ റബ്ബി വലാ ഫഖർ. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ പുണ്യ നബി തന്നെ പറയാണ്, അന അവ്വലുൻ നാസി ഖുറൂജൻ ഇദാ ബുഇസു, അഥവാ ജനങ്ങൾക്ക് ബഅ്സു നുശൂർ, പുനർജന്മം ഉണ്ടാകുമ്പോൾ ഏറ്റവും ആദ്യമായി അവ്വലു മൻ തൻഷഖു അൻഹുൽ അർദ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഭൂമി പിളരുക എന്ന് പറഞ്ഞാൽ ഖബറിൽ നിന്ന് ആദ്യമായി ബഅ്സ് ചെയ്യപ്പെടുന്നത്, നുശൂർ ചെയ്യപ്പെടുന്നത് നബി തങ്ങളാണ്. വാന ഖതീബുഹും ഇദാ വഫദു, ജനങ്ങളെല്ലാവരും നിവേദകമായി അള്ളാഹിൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയാൽ എന്നർത്ഥം, അവരെ സംസാരിക്കൽ ഞാനാണ്. വാന മുബശ്ശിറുഹും ഇദാ അയിസു, ജനങ്ങളെല്ലാവരും നിരാശപ്പെടുന്ന, അഥവാ ആ മഹ്ശറ വൻസഭയിൽ എല്ലാവരും നിരാശരായി ഔരിയാൻ ദൂരത്തിലെന്ന വണ്ണം, സൂര്യൻ ജ്വലിച്ചെന്ന വണ്ണം എന്നുള്ള ആ ചൂടിൽ കിടന്ന് വിയർപ്പിൻ്റെ കടലുകളിൽ ആർത്തിരമ്പുന്ന വിയർപ്പിൻ്റെ കയങ്ങളിൽ കിടന്ന് വല്ലാതെ വിഷമിക്കുന്നൊരു സന്ദർഭത്തിൽ അവിടെ എല്ലാ അമ്പിയാക്കന്മാരുടെ അടുക്കലേക്കും ജനങ്ങൾ വഫ്തുകളായി ചെല്ലുന്നുണ്ട്, നിവേദനങ്ങൾ നൽകുന്നുണ്ട് നിവേദകരായി. അപ്പോൾ ആ സമയത്ത് ജനങ്ങളൊക്കെ നിരാശപ്പെടുന്നുണ്ട്, സൃഷ്ടിജാലങ്ങളൊന്നാകെ. ആ സമയത്ത് അവർക്ക് സന്തോഷത്തിൻ്റെ വർത്തമാനം പറഞ്ഞു കൊടുക്കുന്നത്, സാന്ത്വനത്തിൻ്റെ വാക്കുകൾ പറയുന്നത് പുണ്യനബിയാണ്. വാന മുബശ്ശിറുഹും ഇദാ ആയിസു ലിവാഉൽ ഹംദി ബിയദി, ലിവാഉൽ ഹംദ് എന്ന കൊടിക്കൂറ എന്ന ആ വലിയ ഒരു കൊടിയാണ് ലിവാഉൽ ഹംദ്, ഹംദിൻ്റെ കൊടി. ബിയദി, ആ ലിവാഉൽ ഹംദ് എന്ന കൊടിക്കൂറ, ആ ധ്വജം അത് എൻ്റെ കയ്യിലാണ്. വാന അക്റമു വൽദി ആദം, ആദം നബിയുടെ മക്കളിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവർ, ഏറ്റവും അക്രം, ഏറ്റവും ആദരണീയർ, കറാമത്തിൻ്റെ ഉടമയായ ആള്, കറാമത്തിൻ്റെ ഉടമയായിട്ടുള്ള ആൾ ഞാനാണ്. അലാ റബ്ബി വലാ ഫഖ്റ, ഇപ്പറഞ്ഞതൊന്നും പൊങ്ങച്ചത്തിൻ്റെ വർത്തമാനമല്ല. വലാ ഫഖർ, ഇത് ഞാൻ താൻ പോരിമ പറഞ്ഞതല്ല, പൊങ്ങച്ചം പറഞ്ഞതല്ല. അള്ളാഹു എനിക്ക് ഇങ്ങനെയൊക്കെയാണ് സ്ഥാനങ്ങൾ നൽകിയത്, അത് എടുത്തു പറയുന്നു. അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, പുണ്യനബി പറഞ്ഞതൊക്കെ റബ്ബിൻ്റെ കൽപ്പനയാലെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ വേറൊരു ഹദീസിൽ കാണാമൻ അവ്വലുൻ നാസി ഖുറൂജൻ ഇദാ ബുഇസു വഅന ഖായിദുഹും ഇദാ വഫദു വഅന ഖതീബുഹും ഇദാ അൻസതു വഅന ശഫീഉഹും ഇദാ ഹുബിസു വഅന മുബശ്ശിറുഹും ഇദാ ഉബ്ലിസു. എല്ലാ വിഷമങ്ങളും ജനങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ മുബശ്ശിർ, അത് പുണ്യനബിയാണ്. ജനങ്ങളൊക്കെ ഹബ്സ് ചെയ്യപ്പെടുമ്പോൾ, മഹ്ശറിൽ ഹബ്സിലാകുമ്പോൾ അവർക്ക് ഷഫാഅത്ത് ചെയ്യുന്നവർ ഞാനാണ്. അതുപോലെ ജനങ്ങളെല്ലാം മിണ്ടാതിരിക്കുന്ന സന്ദർഭത്തിൽ വേറെ ആരും ഒന്നും സംസാരിക്കൂല, അത് പുണ്യനബിയാണെന്ന് സംസാരിക്കുന്നത്. ലിവാഉൽ ഹംദ് ലിവാഉൽ കറം ബിയദി, ലിവാഉൽ ഹംദിൻ്റെ മറ്റൊരു പേരാണ് ലിവാഉൽ കറം, അത് എൻ്റെ കയ്യിലാണ്. വന അക്റമു വലദി ആദം അലാ റബ്ബി വലാ ഫഖർ വയതൂഫു അലയ്യ അൽഫ് ഖാദിമിൻ കഅന്നഹും ലുഅ്ലുഉം മക്നൂൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അന്ന് 1000 സേവകർ, കഅന്നഹും ലുഅ്ലുഉം മക്നൂൻ, മുത്തുകളെ പോലെയുള്ള 1000 ഖാദിമീങ്ങൾ നബി തങ്ങൾക്ക് അന്നുണ്ട്. വാൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ പുണ്യ നബി പറയാബോ ഉക്സാ ഹുല്ലതം മിൻ ഹുലിൽ ജന്ന, സ്വർഗത്തിൻ്റെ വസ്ത്രങ്ങളിൽപ്പെട്ട ചില വസ്ത്രങ്ങളെന്ന് എനിക്ക് ധരിപ്പിക്കപ്പെടും. മഖൂമുൻ യമീനിൽ അർശി, അർശിൻ്റെ വലതുഭാഗത്ത് ഞാൻ നിൽക്കും. ലൈസ അഹദും മിനൽ ഖലായിഖി യഖൂമു ദാലികൽ മഖാമ ഗൈരി, വേറെ ഒരാളും അർശിൻ്റെ വലതുഭാഗത്ത് ചേർന്ന് ഞാൻ നിൽക്കുമ്പോൾ ആ നൃത്തം, ആ ഒരു മഖാം, ആ ഒരു സ്ഥലം, അല്ലെങ്കിൽ ആ ഒരു ലെവൽ, ആ ഒരു പദവി വേറെ ഒരു സൃഷ്ടിക്കൂല്ല. അതാണ് മഖാമും മഹ്മൂദ്. അപ്പോൾ ലിവാഉൽ ഹംദ്, മഖാമും മഹ്മൂദ്, ഇതൊക്കെ നബിതങ്ങൾക്ക് ഖിയാമത്ത് നാളിൽ അള്ളാഹു കൊടുക്കുന്ന സ്ഥാനങ്ങളാണ്. ഇനിയും പറയാൻ പോകുന്നുണ്ട് വസീലത്ത്, ഫളീലത്ത്. വലഹുൽ വസീലത്തു വൽ ഫളീലത്തു വൽ ഉലാ
ومقامه المحمود يوم الموعد. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള സ്ഥാനമാനങ്ങളാണ് വസീലത്തും ഫളീലത്തും മഖാമും മഹ്മൂദും ശഫാഅത്തുൽ ഉൾമായും ഒക്കെ. وعن نبي سعيد الخدري رضي الله عنه قال قال رسول الله صلى الله عليه وسلم أنا سيد ولد آدم يوم القيامة وبيدي لواء الحمد ولا فخر وما من نبي يومئذ آدم فمن سواه إلا تحت لوائي. അഥവാ ആദം നബിയുടെ സന്താനങ്ങളിൽ സയ്യിദ് ഞാനാണ് നാളിൽ, ഇതുപോലെ എൻ്റെ കയ്യിലാണെന്ന് ലിവാഉൽ ഹംദ് ഉണ്ടാവുക. വലാ ഫഖർ, ഇതൊന്നും പൊങ്ങച്ചത്തിൻ്റെ വർത്തമാനമല്ല. ഒമാമിൻ നബിയും യൗമീദിൻ, അന്നൊരു പ്രവാചകനുമില്ല ആദം നബി അലൈഹിസ്സലാം അടക്കം, അതുപോലെ ആദം നബിക്ക് ശേഷം വരുന്ന ഒരു നബിമാരുമില്ല, ഇല്ലാ തഹ്ത ലിവായി, എൻ്റെ കൊടിക്കൂറൊക്കെ കീഴെ നിന്നിട്ടല്ലാതെ. വാന അവ്വലു മൻ തൻശഖു അൻഹുൽ അർളു വലാ ഫഖറ, ഭൂമി ആദ്യമായി ആരെ തൊട്ട് പിളരുന്നുവോ എന്ന് പറഞ്ഞാൽ ഭൂമി ആദ്യമായി പിളരുന്നത് എനിക്ക് വേണ്ടിയുമാണ്, അഥവാ ഞാൻ എണീറ്റ് വരാനാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറാണ് ലോകത്ത് ആദ്യമായിട്ടെന്ന് തുറന്നു വരിക. وعن أبي هريرة رضي الله عنه أنا سيد ولد آدم يوم القيامة وأول من ينشق عنه القبر وأول شافع وأول مشفع. ഏറ്റവും ആദ്യമായി ശുപാർശ ചെയ്യുന്നതും ശുപാർശ സ്വീകരിക്കപ്പെടുന്നതും ഞാനാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന ഹാമിലുൽ ലിവാഇൽ ഹംദി യൗമൽ ഖിയാമ വലാ ഫഖറു വഅന അവ്വലു ശാഫിഇൻ വഅവ്വലു മുശഫ്ഫഇൻ വലാ ഫഖറു വഅന അവ്വലു മൻ യുഹർരികു ഹൽഖൽ ജന്ന. സ്വർഗ്ഗത്തിൻ്റെ വട്ടക്കണ്ണി എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിൻ്റെ ഉദ്ഘാടകൻ, സ്വർഗ്ഗത്തിൻ്റെ വാതിലിൽ ഒരു വട്ടക്കണ്ണി, അത് റിങ്, അത് ആദ്യമായി ഇളക്കുന്നത് ഞാനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി, തുറക്കാൻ വേണ്ടി ആദ്യമായി അത് പിടിക്കുന്നത് ഞാനാണെന്നർത്ഥം. വഅവ്വലു മൻ യുഹർരികു ഹലഖൽ ജന്ന, സ്വർഗ്ഗത്തിൻ്റെ വട്ടക്കണ്ണി അഥവാ സ്വർഗ്ഗത്തിൻ്റെ വാതിലിൻ്റെ റിങ്, അത് ആദ്യമായി ഇളക്കുന്നത്, അത് തുടങ്ങുന്നത്, അത് സ്പർശിക്കുന്നത് ഞാനാണ്. ഫയുഫ്തഹു ലി, എനിക്ക് വേണ്ടി തുറക്കപ്പെടും. ഫദ്ഖുലുഹ, സ്വർഗ്ഗത്തിൽ ആദ്യമായി പ്രവേശിക്കുന്നതും ഞാനാണ്. ഫയദ്ഖുലുഹ മഅി ഫുഖറാഉൽ മുഅ്മിനീൻ, അപ്പോൾ എൻ്റെ കൂടെ സ്വർഗ്ഗത്തിലേക്കൊന്ന് പ്രവേശിക്കുക മുഅ്മിനീങ്ങളിൽ ഫുഖറാക്കളാണ്. സ്വർഗത്തിൻ്റെ ഉദ്ഘാടകനായി പുണ്യനബി ഉദ്ഘാടനം കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് കാലുവെക്കുമ്പോൾ എൻ്റെ കൂടെ വരിക ഫുഖറാഉൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിലെ പാവങ്ങളാണ്, ഫുഖറാക്കളാണ്, ദരിദ്രരാണ് എൻ്റെ കൂടെ വരിക എന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ ഫഖറ, ഇതൊന്നും പൊങ്ങച്ചമല്ല, പുണ്യനബി പറയായതൊന്നും വെറും താൻപോരിമയല്ല. വാന അക്രമുൽ അവ്വലീന വല്ലാഖിരീന വലാ ഫഖറ, അവ്വലീങ്ങളിലും ആഖിരീങ്ങളിലും കഴിഞ്ഞുപോയവരിലും വരാനിരിക്കുന്നവരിലും അക്രം ഞാനാണ്, വലാ ഫഖർ. വാൻ അനസ് റളിയല്ലാഹു അൻഹു അന അവ്വലുന്നാസി യശ്ഫഉ ഫിൽ ജന്ന വഅന അക്സറുന്നാസി തബഅ, ആദ്യമായി ഷഫാഅത്ത് ചെയ്യുന്നത് ഞാനാണ്, അതുപോലെ ഏറ്റവും കൂടുതൽ അനുയായികൾ ഉണ്ടാകലും എനിക്കാണ്. അത് മിഅ്റാജിൻ്റെ ഒരു രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിൻ്റെ യാത്രയിൽ മൂസ നബി അലൈഹി സ്വലാം പറയുന്നൊരു വാക്കുണ്ട്. അത് ആ എപ്പിസോഡിൽ നാം ദൈർഘ്യം ഭയന്നുകൊണ്ട് പറയാതെ വിട്ടതാണ്. ഖാദിയാ തങ്ങൾ കിതാബ് ഷിഫയിൽ പറയുന്നിട്ടുണ്ട് ഹദീസ്, അത് സാന്ദർഭികമായി ഇവിടെ ഓർമ്മ വന്നപ്പോൾ പറയണം. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം തെല്ലൊരു അത്ഭുതത്തോടു കൂടി പറയുന്നുണ്ട്, എനിക്ക് ശേഷം വന്ന ഈ ഗുലാം എന്ന് പറയുന്നുണ്ട്, ഈ ഒരു കൊച്ച്, ഈ പയ്യൻ അല്ലെങ്കിൽ ഈ കൊച്ച് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂസ നബി അലൈഹി സ്വലാമിലേക്ക് ചേർത്ത് വരുമ്പോൾ ചെറുപ്പമാണല്ലോ, മൂസ നബിക്ക് ശേഷം വന്നവരാണല്ലോ എന്ന അർത്ഥത്തിൽ ഭൂമിയിൽ ജനിച്ചത്. അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് ഇത്രയും കാലം ദഅവത്ത് ചെയ്തിട്ട് എനിക്ക് കുറച്ച് ആൾക്കാരെ കിട്ടിയുള്ളൂ, എന്നാൽ ഈ ഹബീബിന് കിട്ടുന്ന അനുയായികൾ അവർക്ക് എത്ര വലിയ ഒരു സംഘം അനുയായികൾ അവർക്ക് കിട്ടുന്നുണ്ട് എന്ന് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത്ഭുതത്തോടു കൂടി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മദ്ഹ് പറയുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ അക്സറുന്നാസി തബാൻ, ജനങ്ങളിൽ ഏറ്റവും ഫോളോവേഴ്സ് അനുയായികളെ കിട്ടിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്നെയാണ്. വാൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന സയ്യിദുൻ നാസി യൗമൽ ഖിയാമ വതദറൂൻ ലിമദാലിക യജ്മഉല്ലാഹുൽ അവ്വലീന വൽ ആഖിരീൻ, എല്ലാവരെയും അല്ലാഹു ഒരുമിച്ച് ചേർക്കും. വദക്കറ ഹദീസ് അഷ്ഫാഅ. വാൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല അത്മഅ അൻ യകൂന അഅളമൽ അംബിയാ യജ്റ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അംബിയാക്കളിൽ ഏറ്റവും പ്രതിഫലം കിട്ടുന്നത് ഞാനായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. وفي حديث آخر أما ترضون أن يكون إبراهيم وعيسى فيكم يوم القيامة ثم قال إنهما في أمتي يوم القيامة, ഖിയാമത്ത് നാളിൽ എൻ്റെ ഉമ്മത്തികളായി നിങ്ങൾക്കൊപ്പം ഇബ്രാഹിം നബിയും ഈസാ നബിയും ഒക്കെ ഉണ്ടാവും, അത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇന്നഹുമാ ഫി ഉമ്മത്തി യൗമൽ ഖിയാമ അമ്മാ ഇബ്രാഹിം ഫയഖൂലു അൻത ദഅവതി വദുരിയതി ഫജഅൽനി മിൻ ഉമ്മതിക. ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്നോട് പറയും, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പിതാവായി ഇബ്രാഹിം നബി എന്നോട് പറയും, ഞാൻ പ്രാർത്ഥിച്ചിട്ടല്ലേ നിങ്ങളുണ്ടായത്, എൻ്റെ ദഅവത്തല്ലേ അങ്ങ്, അതുപോലെ നിങ്ങൾ എൻ്റെ പരമ്പരയിൽപ്പെട്ടവരല്ലേ, എൻ്റെ മകൻ ഇസ്മായിൽ അലൈഹി സ്വലാമിൻ്റെ സന്താന പരമ്പരയിലല്ലേ അങ്ങ് വന്നത്, അതുകൊണ്ട് എന്നെ അങ്ങയുടെ ഉമ്മത്തിൽ ചേർക്കണമെന്ന് ഇബ്രാഹിം നബി ഒന്നുകൊണ്ട് പറയും. അമ്മ ഈസ നബി ഒന്ന് പറയും, ഫലംബിയാ ഇഖ്വത്തു ബനി ഹല്ലാത്തിൻ ഉമ്മഹാത്തുഹും ശത്താ ബനു അല്ലാത്തിൻ ഉമ്മഹാത്തുഹും ശത്താ വഇന്ന ഈസാ അഖീ ലൈസ ബൈനി വബൈനഹു നബിയ്യുൻ വഅനാ ഉലൻ നാസിബി. ഈസ നബി അലൈഹി സ്വലാം വന്നുകൊണ്ട് പറയാം, എന്നെ നിങ്ങൾ ഉമ്മത്തിൽ ചേർക്കണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എനിക്കും ഈസക്കും ഇടയിൽ വേറെ നബി ഇല്ല അലൈഹി സ്വലാം, ഞങ്ങൾക്കിടയിൽ വേറെ നബിമാരില്ല. ഈസാ അലൈഹി സ്വലാമിൻ്റെ ശേഷം വന്ന ആദ്യ നബി, അഥവാ ഈസാ അലൈഹി സ്വലാം കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഏക നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ. അതുകൊണ്ട് അവർ പറയാണ്,
വഅന ഔലന്നാസി ബിഹി ഫഖൗലുഹു അന സയ്യിദുൻ നാസി യൗമൽ ഖിയാമ ഹുവ സയ്യിദുഹും ഫിദ്ദുനിയ വയൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ മാത്രമല്ല ദുനിയാവിലും ആഖിറത്തിലും. വലാകിൻ നശാറൽ ഇൻഫിറാദിഹി ബിഹി ഫിസ്സൂദതി വശഫാഅ. പക്ഷേ ഖിയാമത്ത് നാളിലെ ആ പ്രത്യേകമായ പദവി ഉള്ളതുകൊണ്ട് നബി തങ്ങളുടെ ശഫാഅത്തും ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് എടുത്തു പറഞ്ഞു എന്ന് മാത്രം. വസ്സയ്യിദു ഹുവല്ലദി യൽജഉ നാസു ഇലൈഹി ബിഹവായിജിഹിം. സയ്യിദ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രയാസഘട്ടങ്ങളിൽ ജനങ്ങൾ അഭയം തേടുന്നവരാണല്ലോ. അപ്പോൾ ഖിയാമത്ത് നാളിലോളം വരുന്ന പ്രതിസന്ധി ലോകത്ത് വേറെ പ്രതിസന്ധിയില്ല. ഖിയാമത്ത് നാളിലുള്ള ആ പ്രതിസന്ധിയോളം വലിയ പ്രയാസം വേറല്ലല്ലോ. കാരണം ഖുർആൻ തന്നെ പറഞ്ഞതാണല്ലോ, യൗമ യജാലുൽ വിൽദാന ഷീബ. ചെറിയ കുട്ടികൾ പോലും വന്ന്, ചെറു കൊച്ചു പോലും വന്ന് നിരച്ചു പോകും. മുർസലുകൾ പോലും വന്ന് വിറച്ചു പോകും. ചെറു കൊച്ചുകൾ പോലും വന്ന് നിരച്ചു പോകുന്ന ദിവസമാണ്. പതറന്നാസ സുഖാറ വമാഹും ബിസുഖാറ. ജനങ്ങളൊക്കെ മത്തുപിടിച്ചവരെ പോലെ ബുദ്ധിയില്ലാത്തതുപോലെ സ്വബോധം നഷ്ടപ്പെട്ടതുപോലെ ഇങ്ങനെ നടക്കുന്നു. അത് വല്ലാത്തൊരു ഭീകരമായ നാളാണ്. ഇന്ന സൽസലത്ത സാഅത്തി ശൈഉൻ അദീം എന്ന് പറഞ്ഞ ആ കൊടും ഭീകരമായ അതിഭീതിതമായ ആ നാളിൽ ജനങ്ങളൊക്കെ പ്രതിസന്ധിയിൽപ്പെട്ട് ഉഴറുമ്പോൾ ജനങ്ങൾക്കെല്ലാം ചെന്നുകൊണ്ട് അഭയം തേടാനുള്ള അഭയകേന്ദ്രം പുണ്യനബിയാണ്. അന്ന് അള്ളാഹുവിൻ്റെ ഒരു ചോദ്യം സൂറത്ത് ഗാഫിർ 16-ാമത്തെ ആയത്തിലുണ്ട്, ലിമനിൽ മുൽക്കുൽ യൗം. ഇന്നാർക്കാണ് അധികാരം? അന്ന് ലോകത്ത് വലിയ വലിയ അധികാരങ്ങൾ കൈയാളിയ അന റബ്ബുക്കുമുൽ അല എന്ന് പറഞ്ഞ് ഫിറഔനടക്കം ഹാമാനടക്കം നമ്രൂദടക്കം വലിയ വലിയ കിങ്കരന്മാർ അല്ലെങ്കിൽ വലിയ വലിയ രാക്ഷസന്മാർ ഭരണകൂടങ്ങൾ കയ്യിലുണ്ടായപ്പോൾ എന്തൊക്കെയോ അക്രമങ്ങളും എന്തൊക്കെയോ അനർത്ഥങ്ങളും കാട്ടിക്കൂട്ടിയ വലിയ വലിയ പോക്കിരികളൊക്കെ വലിയ വലിയ രാജാക്കന്മാരായി ചക്രവർത്തികളുമായി ലോകത്ത് പരിലസിച്ച അഭിരമിച്ച അവരൊക്കെ ഇങ്ങനെ നിശബ്ദരായി നിൽക്കുകയാണ്. അവർ തങ്ങളുടെ ജീവിതങ്ങളിൽ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളും അനർത്ഥങ്ങളും ആലോചിച്ച് അതിലൊക്കെ കുറ്റബോധത്തോടുകൂടി പാപഭാരത്തോടുകൂടി തലയിങ്ങനെ വതറൽ മുജ്രിമീന നാക്കിസൂർ ഊസിഹിം എന്നൊക്കെ ഖുർആനിൽ പറഞ്ഞല്ലോ. അവരൊക്കെ തലകൾ താഴ്ത്തിങ്ങ് നിൽക്കുന്ന സമയത്ത് ഒറ്റ ചോദ്യ, ലിമനിൽ മുൽക്കുൽ യൗം. ഇന്ന് ആർക്കാണ് അധികാരം? ഒറ്റ കുട്ടിയൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തിന് ഒന്നുകിൽ അള്ളാഹു തന്നെ പറയുമെന്ന് തഫ്സീറുകളിൽ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മലായികത്ത് വിളിച്ചു പറയാൻ ഇല്ലാഹിൽ വാഹിദുൽ ഖഹാർ, ഏകനായ സർവജ്ഞനായ സർവശക്തനായ എല്ലാം അടക്കി ഭരിക്കുന്ന ഖഹാറായ അള്ളാഹു, ആ റബ്ബിന് മാത്രമാണ് ഇന്ന് അധികാരം. والملك له تعالى في الدنيا والآخرة لكن في الآخرة انقطع دعوى المدعين لذلك في الدنيا وكذلك لجأ إلى محمد جميع الناس في الشفاعة فكان سيدهم في الأخرى دون دعوى. وعن أنس رضي الله عنه قال قال رسول الله صلى الله عليه وسلم മാതി باب الجنة. പുണ്യനബി പറയാ, ഞാൻ അന്ന് സ്വർഗത്തിൻ്റെ വാതിൽക്കൽ ചെല്ലും യൗമൽ ഖിയാമ ഫഅസ്തഫ്തിഹു ഫയഖൂലുൽ ഖാസിൻ. അപ്പോൾ മാലിക് അലൈഹിസ്സലാം ഫഅഖൂൽ മുഹമ്മദ്, നിങ്ങൾ ആരാണെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ മുഹമ്മദ് നബിയാണ് എന്ന് പറയുമ്പോൾ മാലിക് അലൈഹിസ്സലാം പറയാണ്, നിങ്ങളെ കാത്തിരിക്കുന്നതാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൽപ്പിക്കപ്പെട്ടവരായ ഖുൽ ബിക ഉമിർത് അല്ലാ അഫ്തഹ ലി അഹദിൻ ഖബ്ലക. നിങ്ങൾക്ക് മുമ്പ് ഈ സ്വർഗം ആർക്കും തുറന്നു കൊടുക്കരുത് എന്നെനിക്ക് പ്രത്യേക ഓർഡർ ഉണ്ട്. അതുകൊണ്ട് അങ്ങയുടെ വരവിന് കാത്തിരിക്കുകയാണ് ഞാൻ. സ്വർഗ്ഗമൊക്കെ ഇപ്പോഴും മഖ്ലൂഖാണല്ലോ. وعن عبد الله بن عمرو رضي الله عنه قال قال رسول الله صلى الله عليه وسلم حوضي مسيرة شهر وزواياه سواء وماؤه أبيض من الورق وريحه وطيب من المسك كيزانه كنجوم السماء من شرب منه لم يظمأ أبدا. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിയാമത്ത് നാളിലുള്ള മഹാത്മ്യങ്ങൾ പറയുന്ന കൂട്ടത്തിലുള്ള ഹദീസാണ്, അഥവാ ഹൗദുൽ കൗസർ. നബി തങ്ങൾ പറയാണ്, എനിക്ക് അല്ലാഹു തആല ഒരു ഹൗദ് തന്നു, ഹൗദുൽ കൗസർ. ആ ഹൗദിൻ്റെ പ്രത്യേകത മസീറത്തു ഷഹർ, ഒരു മാസക്കാലത്തെ വഴിദൂരം, ബാഹുല്യം പറയണം. വസവായാഹു സവാ, അതിൻ്റെ മൂലകളൊക്കെ ഒരേപോലെയാണ് എന്ന് പറഞ്ഞാൽ സമചതുരമാകാം, അതായിരിക്കാം ഉദ്ദേശം. വസവായാഹു സവാ, അതിൻ്റെ മൂലകളെല്ലാം സമമാണ്. വമാഉഹു അബിയദ്, അതിൻ്റെ വെള്ളം അത് മിനൽ വരിഖി, വെള്ളിയേക്കാൾ വെളുത്തതാണ്, വെട്ടിത്തിളങ്ങുന്നതാണ്, പ്രജ്വലിക്കുന്നതാണ്, തിളക്കമുള്ളതാണ്. വരിഹുഹു അത്യബു മിനൽ മിസ്ക്, അതിൻ്റെ സുഗന്ധമാവട്ടെ കസ്തൂരിയെ മികച്ചു നിൽക്കുന്നതാണ്. കീസാൻഹു കനുജൂമി സമാ, കീസാൻ എന്ന് പറഞ്ഞാൽ ജമ്മു കൂസ്, അവിടെ കൂജ, വെള്ളം കുടിക്കാനുള്ള ചഷകങ്ങൾ, അത് ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെയാണ്. അതിൻ്റെ എണ്ണവും അതിൻ്റെ സൗന്ദര്യവും. ശരീരം എന്നുലം അബദ, അതിൽ നിന്ന് ഒരിറക്കാരെങ്കിലും കുടിച്ചാൽ അവന് പിന്നെ ദാഹമില്ല, അത് ഒരിക്കലും പിന്നെ ദാഹമില്ലാത്ത അവസ്ഥയായിരിക്കും പിന്നെ അതിൽ നിന്ന് ഒരിറക്ക് കുടിച്ചാൽ. വാൻ നബി റളിയല്ലാഹു അൻഹു, അതുപോലെ ഹദീസ് അബൂദർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യപ്പെടുന്നുണ്ട്. വഖാല തൂലുഹു മാ ബൈന ഉമാൻ ഇലാ ഉദാഹരണങ്ങൾ പറയാം. അതിൻ്റെ നീളവും അതിൻ്റെ ബഹുമാനവും അതിൻ്റെ വലിപ്പവും അതിൻ്റെ മാനങ്ങളുമൊക്കെ. അതിൽ സ്വർഗത്തിൽ നിന്നുള്ള 2 ഓവുകളിലൂടെ വെള്ളം അതിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു. യഷ്ഹുബു ഫീഹി മീസാബാൻ മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള 2 ഓവുകൾ, അഥവാ സ്വർഗത്തിൽ നിന്ന് വന്ന 2 പൈപ്പുകൾ, 2 ജലസ്രോതസ്സുകൾ സ്വർഗത്തിൽ നിന്നും അങ്ങോട്ട് വന്ന് പതിക്കുന്നുണ്ട്. സൗബാന മിസ്ലു, അങ്ങനെ ഒരുപാട് ഹദീസുകൾ ഇതുമായി ബന്ധപ്പെട്ട ഹൗദുൽ കൗസറിൻ്റെ മഹാത്മ്യവും അതിൻ്റെ മഹിമയും ഒക്കെ വിവരിക്കുന്ന, അതിൻ്റെ ഗരിമയും ഒക്കെ വിവരിക്കുന്ന എത്രയോ ഹദീസുകളുണ്ട്.
അതുപോലെ അല്ലാമ ഖാദി ഇയാൾ തങ്ങളുടെ ചർച്ചയ്ക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന വേറെ ചില സവിശേഷതകൾ പറയാണ്. നബി തങ്ങളെ അല്ലാഹു തആല ഏതൊക്കെ പദവികൾ, ഏതൊക്കെ നാമങ്ങൾ, ഏതൊക്കെ അപരനാമങ്ങളും ഏതൊക്കെ പദവികളും കൊടുത്തുകൊണ്ടാണ് ആദരിച്ചത് എന്നുള്ള കാര്യം പറയാം. ഹദീസിൽ പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ് എന്ന് വിവരിച്ചുകൊണ്ട് പറയാണ്. അഥവാ ഒരിക്കൽ സഹാബികൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഖാല ജലസ നാസു മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻതദറൂന, ഒരിക്കൽ സഹാബത്തിൽപ്പെട്ട കുറേ ആളുകൾ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരവ് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ ചർച്ച, നമ്മളൊക്കെ നാലാൾ കൂടിയാൽ ഭൗതികമായ കാര്യങ്ങളോ മറ്റു വർത്താനമൊക്കെ ആയിരിക്കുമല്ലോ, നാട്ടുവർത്താനമല്ലോ കൂടുക, അല്ലെങ്കിൽ ഏതെങ്കിലും പരദൂഷണോ ഏഷ്യനെയൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ മനുഷ്യന്മാർ കൂടിയാൽ പറയാം. എന്നാൽ സഹാബത്തിൻ്റെ വർത്താനം അവർ മറ്റുള്ള വലിയ വലിയ വർത്തമാനങ്ങളാണ്. അങ്ങനെ അവരെ വിഷയം എന്താ? അമ്പിയാക്കന്മാർക്ക് അല്ലാഹു തആല കൊടുത്ത ഓരോ സ്ഥാനമഹാത്മ്യങ്ങളൊക്കെ അവർ ചർച്ച ചെയ്യുക. ഹാലപ്പോൾ കറജഹത്ത ഇതാ ധനാവാദവും. അപ്പോൾ വിശ്വാസങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഇവരെ ചർച്ച എന്താ? അവർ യതദാക്കറൂന, അവർ പരസ്പരം ചർച്ച ചെയ്യാണ്. സമയ ഹദീസവും ഫഖാല ബഅദുഹും, ചിലർ പറയാം അജബൻ ഇന്നല്ലാഹ തഖദ ഇബ്രാഹീമ മിൻ ഖൽഖിഹി ഖലീല, അല്ലാഹു തആല ഇബ്രാഹിം നബി അവൻ്റെ ഖലീലാക്കിയല്ലോ. വഖാല ആഖറു, വേറെ ചിലപ്പോൾ പറയാ മാദാ ബി അജബ മാ ഹാദാ ബി അജബ മിൻ കലാമി മൂസ കല്ലമഹുല്ലാഹു തക്ലീമ, അതിലും വലിയ അത്ഭുതമല്ലേ, അല്ലാഹു മൂസാ നബിയെ കലീമാക്കിയില്ലേ, കല്ലമല്ലാഹു മൂസാ തക്ലീമ. അപ്പോൾ വേറൊരു സഹാബി പറയാ വഈസ കലിമത്തുല്ലാഹി വറൂഹു, മഹാനായ ഈസാ നബി ആവട്ടെ അള്ളാഹുവിൻ്റെ കലിമത്തും അവൻ്റെ റൂഹുമല്ലേ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഈസാ നബിക്ക് പ്രത്യേകമായ രൂപത്തിലാണല്ലോ ജന്മം കൊടുത്തത്. പിതാവില്ലാതെയാണല്ലോ ഈസാ നബിയുടെ ജന്മം. മഹാനായ മഹദിയായ മറിയം ബീവി അലൈഹിസ്സലാം റളിയല്ലാഹു അൻഹ അലൈഹിസ്സലാം, അവിടത്തേക്ക് ഒരു പ്രത്യേകമായ അള്ളാഹുവിൻ്റെ കലിമത്തും ഒരു നഫ്ഹും ഒക്കെയാണല്ലോ. അപ്പോൾ അത് പ്രത്യേകതയാണ്. വഖാല ആഖറു ആദം മുസ്തഫാഹുല്ലാ, ആദം നബി അല്ലാഹു തആല മുസ്തഫയായി തെരഞ്ഞെടുത്ത ബഹുമാനിച്ച നബിയല്ലേ ആദം എന്നിങ്ങനെ ഓരോ അമ്പിയാക്കന്മാരെ പറ്റി, മൂസ നബിയെക്കുറിച്ച്, ഈസ നബി അലൈഹി സ്വലാമിനെ കുറിച്ച്, ആദം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് ഒക്കെ അള്ളാഹു കൊടുത്ത അവരുടെ ശ്രേഷ്ഠതകളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യാം. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് കയറി വരുന്നത്. ഇപ്പോൾ സലാം പറഞ്ഞു തങ്ങൾ ഇങ്ങ് വന്നു. വഖാല, ഇതൊക്കെ കേട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നിന്ന് പറയാം ഖദ് സമഅതു കലാമക്കും വഅജബക്കും, നിങ്ങളുടെ വർത്തമാനങ്ങളൊക്കെ ഞാൻ കേട്ടു, നിങ്ങളുടെ അത്ഭുതപ്പെടലുകളും ഞാൻ കേട്ടു, നിങ്ങൾ ഓരോ അമ്പിയാക്കന്മാരുടെ സ്ഥാനമഹാത്മ്യങ്ങളൊക്കെ കേട്ട് അതിൽ നിങ്ങൾ അത്ഭുതം കൂറിയതും ഞാൻ കേട്ടു. എന്നാൽ ഇന്നല്ലാഹ തഖദ ഇബ്രാഹീമ ഖലീല, ശരി തന്നെയാണ്, അല്ലാഹു ഇബ്രാഹിം നബിയെ ഖലീലാക്കി, ബഹുവ കദാലിക, ശരി തന്നെയാണ്. വമൂസാ നജിയ്യുല്ലാഹ് ബഹുവ കദാലിക, മൂസാ നബി അല്ലാഹു നജിയാക്കി, ശരി തന്നെയാണ്. എന്നാൽ അലാ വാന ഹബീബുല്ലാഹി വലാ ഫഖർ, എന്നറിയുക ഞാൻ അല്ലാഹുവിൻ്റെ ഹബീബാണ്, വലാ ഫഖറ, ഇത് പൊങ്ങച്ചം പറയുകയല്ല. വഅന ഹാമിലു ലിവാഇൽ ഹംദി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ലിവാഉൽ ഹംദിൻ്റെ വാഹകൻ ഞാനാണ്, വലാ ഫഖറ, ഇത് താൻ പോരിമ പറയുകയല്ല. വഅന അവ്വലു ഷാഫിഇൻ വഅവ്വലു മുശഫ്ഫഇൻ വലാ ഫഖറ, ആദ്യമായി ശുപാർശ ചെയ്യുന്നതും ശുപാർശ സ്വീകരിക്കപ്പെടുന്നതും ഞാനാണ്, വലാ ഫഖറ, ഇത് താൻ പോരിമ പറയുകയല്ല, അഭിമാന വർത്തമാനം പറയല്ല. വഅന അവ്വലു മൻ യുഹർരികു ഹലഖൽ ജന്ന, സ്വർഗത്തിൻ്റെ വട്ടക്കണ്ണി, സ്വർഗവാതിലുകളുടെ ആ റിങ് ആദ്യമായി ഇളക്കുന്നവൻ അഥവാ സ്വർഗത്തിൻ്റെ പ്രോദ്ഘാടകനും ഞാനാണ്. ഫയഫ്സഹുല്ലാഹു ലീ ഫയുദ്ഖിലുനീഹാ, അങ്ങനെ അള്ളാഹു ആ സ്വർഗം എനിക്ക് തുറന്നു തരും, എന്നെ അള്ളാഹു അതിൽ പ്രവേശിപ്പിക്കും. വമഅഇ ഫുഖറാഉൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിലെ ഫുഖറാക്കൾ, പാവപ്പെട്ടവന്മാർ, ദരിദ്രന്മാർ, അവരൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവും. അങ്ങനെ ഞാനും എൻ്റെ കൂടെയുള്ള എൻ്റെ ഉമ്മത്തിലെ മുഅ്മിനീങ്ങളിലെ ഫുഖറാവും ഞങ്ങൾ സ്വർഗത്തിലേക്ക് ആദ്യം കയറും. വലാ ഫഖർ വലാ അക്രമുൽ അവ്വലീന വൽ ആഖിരീന വലാ ഫഖർ. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു ഹബീബാക്കിയത്, ഖലീലും ഹബീബുമാക്കിയത് തുടങ്ങിയുള്ള ഒരുപാട് ചർച്ചകൾ, ഒരുപാട് ആയാത്തുകൾ, ഒരുപാട് ഹദീസുകൾ ഇതുമായി ബന്ധപ്പെട്ടത് ഉദ്ധരിക്കുകയാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു തആല കൊടുത്ത ആ സ്ഥാനമാനങ്ങൾ ഖുർആനിൽ അള്ളാഹു തആല പറയുന്നുണ്ടല്ലോ. സൂറത്തു തഹരീമിലെ 8-ാമത്തെ ആയത്ത് യൗമ ലാ യുഹ്സില്ലാഹു നബിയ്യ, അതൊരു ദിവസമാണ്. ഖിയാമത്ത് നാളിനെ വർണ്ണിച്ചുകൊണ്ട് അള്ളാഹു പറയാ ലാ യുഹ്സില്ലാഹു നബിയ്യ, അള്ളാഹു അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിഷമത്തിലാക്കൂല, നിന്ദ്യതയിലാക്കൂല, പ്രയാസത്തിലാക്കൂല. അവിടെ ശ്രദ്ധേയമായൊരു കാര്യം സൂറത്തു ശുആറയിലെ 87-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഇബ്രാഹിം നബിയുടെ ഒരു പ്രാർത്ഥന. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട് വലാ തുഹ്സിനീ യൗമ യുബഅസൂൻ, അള്ളാഹുവേ ബഅസിൻ്റെ നാളിൽ എന്നെ വഷളത്തരത്തിലാക്കരുത്, എന്നെ നീ നിസ്സഹായതയിലാക്കരുത്, എന്നെ പ്രയാസത്തിലാക്കരുത്. അപ്പോൾ ഇബ്രാഹിം നബി അള്ളാഹുവോട് ചോദിക്കുന്നത് റബ്ബേ എന്നെ ഖിസിയിലാക്കരുത് ഖിയാമത്ത് നാളിൽ. എന്നാൽ അത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയായി ഖുർആൻ ഉദ്ധരിക്കുക സൂറത്തു ശുആറയിലെ 87-ാമത്തെ ആയത്തിൽ. എന്നാൽ അള്ളാഹുവിൻ്റെ ഹബീബിനെ കുറിച്ചോ അള്ളാഹു തആല തന്നെ അങ്ങോട്ട് പറയാം യൗമ ലാ യുഹ്സില്ലാഹു നബിയ്യ, അള്ളാഹു ഉണ്ണി നബിയെ ഒരിക്കലും ഒന്ന് ഖിസിയിലാക്കൂല, ആക്കില്ല എന്ന് പറയാം. അതുപോലെ മഹാന്മാരായ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന ഖുർആനിലുണ്ട് വല്ലദീ യത്മഉ യഗ്ഫിർ ലീ ഖതീഅതീ, എൻ്റെ ദോഷം അള്ളാഹു പുറത്തു തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന്
പ്രാർത്ഥന. എന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി അള്ളാഹു പറയുന്നതോ എല്ലാം അള്ളാഹു അങ്ങേക്ക് മുതഖദ്ദിമും മുതഅഖിറും അഥവാ മുന്തിയതും പിന്തിയതും എല്ലാം അള്ളാഹു അങ്ങ് പുറത്തു തന്നു എന്ന് പറയാം. അതുപോലെ ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞെടുത്ത് അള്ളാഹു തആല പറയുന്നുണ്ട്, വകദാലിക നുരി ഇബ്രാഹിമ മലക്കൂത്ത സമാവാതി വൽ അർളി, ആകാശഭൂമികളുടെ മലക്കൂത്ത് കാണിച്ചു കൊടുക്കുന്നു. എന്നാലോ പുണ്യനബിയെ പറ്റി പറഞ്ഞതോ അതിൻ്റെ അപ്പുറം ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ, സൂറത്തുൻ നജ്മിലെ 9-ാമത്തെ ആയത്ത്. ആകാശഭൂമികളിലെ മലക്കൂത്ത് ഇബ്രാഹിം നബിക്ക് കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞ അള്ളാഹു തആല പുണ്യനബിയെ പറ്റി പറയുന്നത് കാന ഖാബ ഖൗസൈനി ഔ അദ്നാ. നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ, ഒരു വില്ലിൻ്റെ 2 അറ്റങ്ങളെ പോലെ അടുത്തു എന്നുള്ളത്. ആ ദുനൂബ് അള്ളാഹുവുമായുള്ള അടുപ്പം തന്നെയാണ് എന്നും പറഞ്ഞല്ലോ അവിടെ. അപ്പോൾ മറ്റു അമ്പിയാക്കന്മാരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഒരു താരതമ്യം ഖുർആനിലൂടെ തന്നെ ചെയ്യുമ്പോൾ ആ പ്രകടമാണ് ആ വ്യത്യാസം. മറ്റമ്പിയാക്കന്മാരൊന്നും മോശക്കാരായിട്ടല്ല, പക്ഷെ അവരുടെയൊക്കെ മേലെയാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ വജഅലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ എന്ന് പ്രാർത്ഥന ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നുണ്ട്. അള്ളാഹുവേ, എനിക്ക് ഒരു സത്യസന്ധതയുടെ നാവ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്നെ പറ്റി നല്ല രീതിയിൽ പറയുന്ന ഒരു ലിസാന് സിദ്ഖാക്കണേ. എന്നാൽ പുണ്യ നബിയെ പറ്റി അള്ളാഹു അങ്ങോട്ട് പറയാം, വറഫഅനാ ലക ദിക്റക്, നബിയെ അങ്ങയുടെ പേരിനെ നാം ഉയർത്തി വെച്ചിരിക്കുന്നു. സൂറത്തു ശർഹിലെ 4-ാമത്തെ ആയത്ത് അലം നശ്റഹ് ലക സദ്റക് എന്ന് തുടങ്ങുന്ന സൂറത്തു ശർഹിലെ 4-ാമത്തെ ആയത്തിൽ അള്ളാഹു അങ്ങോട്ട് പറയാം, വറഫഅനാ ലക ദിക്റക്, അങ്ങയുടെ പേരിനെ നാം ഉയർത്തി. അതുപോലെ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന ഖുർആനിലുണ്ട്, വജ്നുബ്നി വബനി അൻ നഅ്ബുദൽ അസ്നാം, അള്ളാഹുവെ എന്നെയും എൻ്റെ മക്കളെയും ബിംബാരാധന ചെയ്യുന്നതിൽ നിന്ന് ഞങ്ങളെ മാറ്റി നിർത്ത് എന്നൊരു പ്രാർത്ഥന. എന്നാൽ ഹബീബിനോട് അള്ളാഹു തആല പറയും, ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത്, സൂറത്തുൽ അഹ്സാബ് 33-ാമത്തെ ആയത്ത്. അള്ളാഹു ഇങ്ങോട്ട് പറയാണ്, നബി ഞങ്ങളെ അങ്ങയ്ക്ക് മാത്രമല്ല അങ്ങയ്ക്കും അങ്ങയുടെ കുടുംബത്തിനും അതിൽ നിന്ന് എല്ലാ മാലിന്യങ്ങളെയും അള്ളാഹു തആല ലിയുദ്ഹിബ അൻകുമുർ റിജ്സ വയുതഹിറകും തത്ഹീറ, നിങ്ങളെ പരിശുദ്ധരാക്കാനും അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ട് എന്ന്. ഇതൊക്കെ മറ്റു അമ്പിയാക്കന്മാരെക്കാൾ കൂടുതൽ അള്ളാഹുവിൻ്റെ ഹബീബിന് അള്ളാഹു തആല കൊടുത്ത സ്ഥാന മഹാത്മ്യങ്ങളിലേക്കുള്ള സൂചനയാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു കൊടുക്കുന്ന സ്ഥാനമാനമാണ് ഷഫാഅത്ത്, മഖാമും മഹ്മൂദ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്രാ 79-ാമത്തെ ആയത്ത്, അസാ അൻ യബഅസക റബ്ബുക മഖാമം മഹ്മൂദാ. ഈ മഖാമും മഹ്മൂദ് എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അർശിൻ്റെ യമീനിലായി പുണ്യനബിക്കുള്ള പ്രത്യേകമായ സ്ഥാനമാണ്. അതുപോലെ മഖാമും മഹ്മൂദിനെ കുറിച്ച് ഒരുപാട് വിശേഷണങ്ങൾ, ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. അത് ഷഫാഅത്തിൻ്റെ ഒരു പര്യായമാണ്, ഷഫാഅത്തിൻ്റെ അതിൻ്റെ ഒരു പര്യായമാണ് മഖാമും മഹ്മൂദ് എന്നും പറയുന്നുണ്ട്. ഖാല സമിഅ്തു ഇബ്നു ഉമർ യഖൂലു ഇന്നന്നാസ യസീറൂന യൗമൽ ഖിയാമത്തി ജുസ്സാ കുല്ലു ഉമ്മത്തിൻ തത്തബിഉ നബിയഹാ യഖൂലൂന യാ ഫുലാൻ ഇശ്ഫഅ ലനാ യാ ഫുലാൻ ഇശ്ഫഅ ലനാ ഹത്താ തൻതഫിയ ശഫാഅത്തു ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദാലിക യൗമ യബഅസുല്ലാഹുൽ മഖാമൽ മഹ്മൂദ്. എല്ലാ നബിമാരും എല്ലാ ഉമ്മത്തികളും അതത് പ്രവാചകന്മാരോട് ഷഫായത്ത് ആവശ്യപ്പെടുമ്പോൾ അവരൊക്കെ അവസാനം അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുകയാണ്. നിങ്ങൾ അവരോട് പറയും, അവസാനം പുണ്യ ഹബീബിൻ്റെ അടുക്കലേക്ക് എത്തുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ് അവരുടെയൊക്കെ ഷഫായത്തിൻ്റെ ആ ആവശ്യം വന്ന് അവസാനിക്കുന്നത്. ഫദാലിക യൗമ യബഅസുല്ലാഹുൽ മഖാമൽ മഹ്മൂദ്, അതാണ് മഖാമം മഹ്മൂദ, അസാ അൻ യബഅസക റബ്ബുക മഖാമം മഹ്മൂദ എന്ന് പറഞ്ഞതിൻ്റെ സാരം എന്ന്. സൂറത്തുൽ ഇസ്രായിലെ 79-ാമത്തെ ആയത്ത്. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, യഹ്ശറുൻ നാസു യൗമൽ ഖിയാമത്തി ഫഅകൂന അന വ ഉമ്മത്തി അലാ തൽ വയക്സൂനി റബ്ബി ഹുല്ല ഖദറാ ثم يؤذن لي فأقول ما شاء الله أن نقول فذلك المقام المحمود. അഥവാ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യഹ്ശറുൻ നാസു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ജനങ്ങളൊക്കെ അള്ളാഹു ഒരുമിച്ച് ചേർക്കും. ഫഅകൂനു അന വ ഉമ്മത്തി അലാ തൽ, ഞാനും എൻ്റെ ഉമ്മത്തും ഒരു പ്രത്യേകം ഒരു ഭാഗത്തായിരിക്കും. എനിക്ക് അല്ലാഹു തആല ഒരു പച്ച നിറത്തിലുള്ള ഒരു വസ്ത്രം ധരിപ്പിക്കും, ഒരു പ്രത്യേകമായ സ്ഥാനവസ്ത്രം, ഹുല്ലത്തൻ ഖദറാ, ഒരു പച്ച വസ്ത്രം അള്ളാഹു എന്നെ ധരിപ്പിക്കും. തുമ്മ യുഅ്ദനു ലി, എനിക്ക് സമ്മതം നൽകപ്പെടും. ഫഖൂലു, അപ്പോൾ ഞാൻ പറയും, മാഷാ അല്ലാഹു അൻ നഖൂൽ, അള്ളാഹു ഞാൻ എന്തൊക്കെ പറയണമെന്ന് ഉദ്ദേശിച്ചോ അതൊക്കെ ഞാനവിടെ പറയും. എന്നാൽ ഖതീബ എന്ന് പറഞ്ഞുള്ള നേരത്തെ ഒരു ഹദീസിൽ, ഖിയാമത്ത് നാളിൽ ജനങ്ങളെല്ലാവരും സമ്മേളിക്കുന്ന മഹാസമ്മേളനത്തിലെ പ്രഭാഷകൻ, മുഖ്യ പ്രഭാഷകൻ അല്ലെങ്കിൽ ഏക പ്രഭാഷകൻ പുണ്യനബിയാണ്. അൻ നഖൂല ഫദാലിക്കൽ മഖാമുൽ മഹ്മൂദ്, ആ സ്ഥാനത്തിനാണ് മഖാമുൽ മഹ്മൂദ് എന്ന് പറയാം. وعن ابن عمر رضي الله عنهما وذكر حديث الشفاعة قال فيمشي حتى يأخذ بحلقة الجنة فيومئذ يبعث الله المقام المحمود الذي وعده. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ നിവേദനം, മഖാമുൽ മഹ്മൂദ് എന്ന് പറഞ്ഞാൽ യമീനുൽ അർശി മഖാമൻ ലാ യഖൂമുഹു ഗൈറുഹു, അർശിൻ്റെ വലതുഭാഗത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രത്യേകമായ ഒരു മഖാം, ഒരു ഇരിപ്പിടം അല്ലെങ്കിൽ ഒരു നിൽപ്പിടം ഉണ്ട്, ഒരിടമുണ്ട്. അതിൽ വേറെ ആരും നിൽക്കൂല. യഗ്ബിതു ഫീഹിൽ അവ്വലൂന വൽ ആഖിറൂൻ, എല്ലാവരും അത്ഭുതത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരു മഖാമാണ്, ഒരു നിൽപ്പാണ്, ഒരു സ്റ്റാൻഡാണ്, ഒരു സ്ഥലമാണ്, ഒരു ഭാഗമാണ്.
അതാണ് മഖാമു മഹ്മൂദ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ കൊടുത്ത സ്ഥാനം മഹാത്മ്യങ്ങളാണ് ഈ പറഞ്ഞ ലിവാഉൽ ഹംദ്, അതുപോലെ ഷഫാഅത്തുൽ ഉൾമ, അതുപോലെ മഖാമു മഹ്മൂദ്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് ആർക്കാണ് എന്ന് ചോദ്യമുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിക്കാൻ നബി തങ്ങളോട് ഖുൽതു യാ റസൂലല്ലാഹ് മാദാ വറദ അലൈക ഫി ഷഫാഅത്തി ഫഖാല ഷഫാഅത്തി ലിമൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസൻ യുസദ്ദിഖു ലിസാനഹു ഖൽബുഹു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഹൃദയം അറിഞ്ഞുകൊണ്ട് പറഞ്ഞ് അത് നാവ് കൊണ്ട് വെളിവാക്കി പറഞ്ഞവർ, സാദിഖായ രീതിയിൽ ഷഹാദത്ത് ഉച്ചരിച്ചവർക്കൊക്കെ ഷഫാഅത്തുണ്ട്, മുഅ്മിനീങ്ങൾക്കൊക്കെ ഷഫാഅത്തുണ്ട്. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയിൽ നിവേദനം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ഉരീതു, ഞാൻ കാണിക്കപ്പെട്ടു മാ തലഖാ ഉമ്മതി മിൻ ബഅദി വസഫക ബഅദിഹിം ദിമാഅ ബഅദ് വസബഖ ലഹും മിനല്ലാഹി മാ സബഖ ലിഉമമിൻ ഖബ്ലഹും ഫസഅൽതുല്ലാഹ അൻ യുഅ്തിയനി ഷഫാഅത്തൻ യൗമൽ ഖിയാമ ഫീഹിം ഫഫഅല. അല്ലാഹു എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എൻ്റെ ഉമ്മത്തിൽ വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ. എൻ്റെ ഉമ്മത്തിൽ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകുമെന്ന കാര്യം അല്ലാഹു എനിക്ക് അറിയിച്ചു തന്നു, കണ്ടു. അതൊക്കെ ഉള്ളത് തന്നെയാണ്. അതുപോലെ എൻ്റെ മുൻകാല ഉമ്മത്തികൾക്ക് സംഭവിച്ച പല ദുരന്തങ്ങളും പല വിപത്തുകളും എൻ്റെ ഉമ്മത്തിനും പലതും വരും, അതും ഞാൻ കണ്ടു. അപ്പോൾ അല്ലാഹുവോട് ചോദിച്ചു, പടച്ചോനെ അതൊക്കെ ശരി, എനിക്ക് ഷഫാഅത്ത് നൽകണം, എൻ്റെ ഉമ്മത്തിന് വേണ്ടി ശുപാർശ ചെയ്യാനും അവരെ രക്ഷിച്ചെടുക്കാനുമുള്ള ഒരവകാശം എനിക്ക് തരണം എന്ന് പറഞ്ഞപ്പോൾ ഫഖീല ഫഫഅല, അല്ലാഹു അതെനിക്ക് തന്നു. അപ്പോൾ നബിതങ്ങളുടെ ഷഫാഅത്ത് ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫീഖാ വഹ്ലനാ ഇൻ ളായ സയ്യിദി ഖൈറൻ നബി എന്ന് നമ്മൾ ചോദിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയിൽ നിറയുന്ന അല്ലെങ്കിൽ ആവശ്യങ്ങളിൽ നിറയുന്ന ആ ഷഫാഅത്ത്, അതാണ് നമ്മുടെ രക്ഷയുടെ ഏക കവചം, ഷഫാഅത്തുൽ ഉൾമ. അള്ളാഹു നമുക്കൊക്കെ ആ ഷഫാഅത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ദീർഘമായൊരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് വളരെ സമഗ്രമായിട്ട് ഖിയാമത്ത് നാളിലെ ഒരു രംഗം പറയാണ്, അതിന് ചുരുക്കം പറയാം. ഭൂമി ശംസിങ് അടുക്കും എന്ന് പറഞ്ഞാൽ അന്ന് വല്ലാത്ത ചൂട്, ജനങ്ങൾ കമ്മലും വിഷമത്തിലും വല്ലാത്ത ജനങ്ങൾക്ക് അസഹ്യമായ സഹ്യതയുടെ അല്ലെങ്കിൽ സഹനത്തിൻ്റെ എല്ലാ പരിധികൾക്കും അപ്പുറമുള്ള ഒരു കെർബിൽ, ഒരു പ്രയാസത്തിൽ, ഹൗലിൽ ജനങ്ങൾ ഏർപ്പെടും. വലാ യഹ്തമിലുന, സഹിക്കാൻ അവർക്ക് കഴിയില്ല. അപ്പോൾ ജനങ്ങളെല്ലാം കൂടെ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കലേക്ക് ചെല്ലും. കാരണം മനുഷ്യവർഗത്തിൻ്റെ പിതാവ് ആദം നബിയാണല്ലോ. അപ്പോൾ ആദം നബിയോട് അവർ പറയും, അന്ത ആദമു അബുൽ ബഷർ, ഞങ്ങളുടെ മനുഷ്യകുലത്തിൻ്റെ പിതാവ് അങ്ങല്ലയോ, അങ്ങ് ആദം നബി അല്ലയോ, അള്ളാഹു നിങ്ങളെ പടച്ചതല്ലയോ, എന്നിട്ട് അള്ളാഹുവിൻ്റെ റൂഹിൽ നിന്ന് അങ്ങേക്ക് തന്നതല്ലയോ, അള്ളാഹുവിൻ്റെ സ്ഥാനങ്ങൾ വാസ്കനക്ക ജന്നത്തഹു, മലായികത്തിനെ കൊണ്ട് അങ്ങേക്ക് സുജൂദും ചെയ്യിച്ചതല്ലയോ, വഅല്ലമക അസ്മാ കുല്ലി ഷൈ, എല്ലാ നാമങ്ങളും അങ്ങക്ക് പഠിപ്പിച്ചു തന്നതല്ലയോ, അങ്ങനെയുള്ളവരല്ലയോ അങ്ങ്, അതുകൊണ്ട് അങ്ങ് ഞങ്ങൾക്കൊന്ന് ഷഫാഅത്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ചില എക്സ്ക്യൂസുകൾ പറഞ്ഞ് ഒഴിയാണ്. എക്സ്ക്യൂസ് പറഞ്ഞ് മനഃപൂർവ്വം ഒഴിയല്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാം, ഞാൻ ഒരു വിലക്കപ്പെട്ട കനി തിന്നതിൻ്റെ പേരിലുള്ള വിഷമത്തിലാണ്, എന്നോട് തിന്നരുത്, വലാ തഖറബാ ഹാദിഹി ഷജറ, എന്നോടും നിങ്ങളുടെ ഉമ്മ ഹവ്വാവിനോടും ഞങ്ങളോട് രണ്ടാളോടും ഈ മരത്തിലേക്ക് അടുക്കരുതെന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് ആ കനി തിന്നു, വിലക്കപ്പെട്ട കനി തിന്നു, വിലക്കപ്പെട്ട പഴം തിന്നുപോയല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ വിഷമത്തിലാണ്, അതുകൊണ്ട് ഇദ്ഹബൂ ഇലാ ഗൈരി, നിങ്ങൾ വേറെ ആരുടെങ്കിലും ചെന്ന് പറയൂ എന്ന് പ്രപിതാവ് അല്ലെങ്കിൽ മനുഷ്യകുലത്തിൻ്റെ പിതാവ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുമ്പോൾ അവരൊക്കെ നൂഹ് നബിയുടെ അടുക്കലേക്ക് ചെല്ലും. നൂഹ് നബിയുടെ മഹത്വങ്ങളൊക്കെ പറയും. നൂഹ് നബി അള്ളാഹുവിൻ്റെ ദഅവത്ത് ചെയ്തതും ഒക്കെ പറയും. ഞങ്ങൾക്ക് ഷഫാഅത്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ അള്ളാഹു തആല അള്ളാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യണം, ഷഫാഅത്ത് ചെയ്യണമെന്ന് നൂഹ് നബിയോട് പറയുമ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, ഞാൻ ഒരു ചെറിയ അബദ്ധം, ഒരു ചെറിയ എന്നല്ല, ഒരു അബദ്ധം എന്നിൽ നിന്ന് സംഭവിച്ചു പോയല്ലോ, എൻ്റെ മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നല്ലോ, അതുപോലെ എൻ്റെ ഉമ്മത്തിന് വേണ്ടി, അങ്ങനെയുള്ള ആ പ്രാർത്ഥനയുടെ കാര്യം പറയാം. വയദ്കുറു ഖതിയതഹുല്ലതി അസാബ സുആലഹു റബ്ബഹു ബിഗൈരി ഇൽം, അഥവാ അപ്പോൾ അല്ലാഹു തആല പറഞ്ഞല്ലോ, ഇന്നഹു ലൈസ മിൻ അമലിക് ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, കനാനു വേണ്ടി നൂഹ് നബിയുടെ പുത്രന് വേണ്ടി ആ പ്രാർത്ഥിച്ച സമയത്ത് ഇല്ല, അത് ശരിയല്ല എന്ന് പറഞ്ഞല്ലോ. അതിലുള്ള ഒരു കുറ്റബോധം കൊണ്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും അതിൽ നിന്ന് ഒഴിയാണ്. എന്നിട്ട് പിന്നീട് അവർ ഇബ്രാഹിമിൻ്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഷഫാഅത്ത് ആവശ്യപ്പെടുക. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും പല കാരണങ്ങളും പറയുന്നു, നിങ്ങൾ മൂസ നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കലേക്ക് ചെല്ലാൻ വേണ്ടി പോവുകയാണ് അവർ. അങ്ങനെ മൂസ നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കലേക്ക് പോയി, അവർ കലീമുള്ളയാണ്. അപ്പോൾ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ജനങ്ങൾ പറയാം, അങ്ങക്ക് അള്ളാഹു തൗറാത്ത് നൽകി, അങ്ങേ അള്ളാഹു സംസാരിച്ചു, കല്ലമഹു തക്ലീമ വ ഖറബഹു നജിയ, ഇതൊക്കെ പറയാം. അങ്ങനെ മൂസ നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് പറയുമ്പോൾ മൂസ നബിയും പറയാം, ലസ്തു ലഹ, ഞാനതിൻ്റെ ആളല്ല, ഞാനതിന് അർഹരല്ല. എന്നിട്ട് ഖിബ്തിയെ ചെറിയ ഒന്ന് കൈകാര്യം ചെയ്തപ്പോൾ ഖിബ്തി മരിച്ചു പോയതൊക്കെയുള്ള ആ സംഭവം അങ്ങനെ ഉണ്ടായല്ലോ. ബനൂ ഇസ്രായേൽ ഖിബ്തിയുടെ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കയ്യിൻ്റെ പ്രഹരമേറ്റുകൊണ്ട് അല്ലെങ്കിൽ ഒരു അടിയേറ്റുകൊണ്ട് ഖിബ്തി മരിച്ച സംഭവമൊക്കെ എന്നോട് പറയുന്നത്. അപ്പോൾ ഈസാ നബിയുടെ അടുക്കലേക്ക് പോകാൻ വേണ്ടി പറയാം, വലാക്കിൻ അലൈക്കും ബി ഈസാ, നിങ്ങൾ ഈസാ നബിയുടെ അടുക്കലേക്ക് ഒന്ന് പോകുമെന്ന് പറയണം. ഫഇന്നഹു റൂഹുല്ലാഹി വ കലിമതുഹു വയതൂന ഈസാ ഫയഖൂലു ലസ്തു ലഹ
ഈസാ നബി അടുക്കലേക്ക് ചെല്ലുമ്പോൾ ഈസാ നബി അലൈഹി സ്വലാമും പറയാം ഞാനതിന് അർഹനല്ല, വലാകിൻ അലൈക്കും ബി മുഹമ്മദിൻ, ഇനിയൊന്നും ആലോചിക്കണ്ട, നിങ്ങൾ പോകേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ്. അപ്പോൾ ആദ്യം ആദം നബി അടുക്കലേക്ക് പോയി, പിന്നെ നൂഹ് നബി അടുക്കലേക്ക്, പിന്നെ ഇബ്രാഹിം നബി അടുക്കലേക്ക്, പിന്നെ മൂസ ഈസാ നബിമാരുടെ അടുക്കലേക്കൊക്കെ ജനങ്ങൾ പോകുന്നുണ്ട്. അവസാനം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെല്ലുക, ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ. അപ്പോൾ നബി തങ്ങൾ പറയാം ഫഊത, അങ്ങനെ ജനങ്ങളൊക്കെ എൻ്റെ അടുക്കൽ വരും. ഫഅഖൂലു അന ലഹ, അപ്പോൾ ഞാൻ പറയും അതെ എന്നെ തന്നെയാണ് അള്ളാഹു അത് ഏൽപ്പിച്ചത്. അന ലഹ, അഥവാ ഞാൻ തന്നെയാണ് അതിനർഹൻ, അതിൻ്റെ കടമ എനിക്ക് തന്നെയാണ്. ഫഅന്തലിഖു, അപ്പോൾ ഞാൻ പുറപ്പെടും. ഫഅസ്തഅ്ദിനു അലാ റബ്ബി, അള്ളാഹുവോട് ഞാൻ സമ്മതം ചോദിക്കും. ഫയുദനനി, എനിക്ക് സമ്മതം തരും. ഫഇദാ റഅയ്തുഹു വഖഅതു സാജിദ, അള്ളാഹുവെ കാണുമ്പോൾ ഞാൻ സുജൂദിലായി വീഴും. അപ്പോൾ അർഷിൻ്റെ താഴെ എന്നും ചില റിവായത്തിലുണ്ട്. ഫആതി തഹ്തൽ അർശി ഫഅഖിറ സാജിദ ഫഅഖിറു സാജിദ, ഞാൻ അർഷിൻ്റെ താഴെ ചെന്നുകൊണ്ട് അവിടെ സുജൂദിലായി വീഴും എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, അപ്പോൾ അള്ളാഹു എന്നോട് പറയും ഇർഫഅ യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റഅസക വശ്ഫഅതു ഷഫഅ, നബിയെ അങ്ങയുടെ സുജൂദിൽ കിടക്കുന്നതിൽ നിന്ന് തല ഉയർത്തു, അങ്ങ് ഷഫാഅത്ത് ചെയ്യൂ, അങ്ങയുടെ ഷഫാഅത്ത് ഞാൻ സ്വീകരിക്കാം എന്ന് പറയും. അപ്പോൾ നബി തങ്ങൾ ഷഫാഅത്ത് ചെയ്യും. അതാണ് അഷ്ഫഅത്തുൽ ഉൽമ. യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇർഫഅ റഅസക സൽ തുഅത വശ്ഫഅതു ഷഫഅ, നിങ്ങൾ ചോദിക്കൂ നബി അങ്ങക്ക് നൽകും, അങ്ങ് ഷഫാഅത്ത് ചെയ്യൂ, അങ്ങയുടെ ഷഫാഅത്ത് സ്വീകരിക്കും എന്ന് പറയുമ്പോൾ ഫറഫഅ റഅസി, ഞാൻ തല ഉയർത്തും. ഫഖൂലു യാ റബ്ബി ഉമ്മത്തി, എൻ്റെ ഉമ്മത്ത്, യാ റബ്ബി ഉമ്മത്തി, എൻ്റെ റബ്ബ്, എൻ്റെ റബ്ബേ എൻ്റെ ഉമ്മത്ത്, എൻ്റെ റബ്ബേ എൻ്റെ ഉമ്മത്തി എന്ന് പറയുമ്പോൾ ഫയഖൂലു അദ്ഖിൽ മിൻ ഉമ്മത്തിക മൻ ലാ ഹിസാബ അലൈഹി മിനൽ ബാബിൽ ഐമൻ മിൻ അബ്വാബിൽ ജന്ന വഹും ശുറകാഉൻ നാസി ഫിമാ സിവാ ദാലിക മിനൽ അബ്വാബ്, അഥവാ അല്ലാഹു തആല ഷഫാഅത്ത് സ്വീകരിക്കുകയും അങ്ങനെ സ്വർഗപ്രവേശം അവർക്ക് നൽകപ്പെടുകയും ഒക്കെ ചെയ്യാം. അതിൻ്റെ ഒരുപാട് ഹദീസുകൾ, ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു വലിയ സ്ഥാനമഹാത്മ്യം തന്നെയാണത്. വേറെ ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിറാത്തിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുക, നബിയ്യുക്കും അല സിറാത്തി യഖൂലു അല്ലാഹുമ്മ സല്ലിം സല്ലിം ഹത്താ ഇജ്താസൻ നാസ്, ജനങ്ങൾ സിറാത്ത് എന്ന പാലം നിർണായകമായൊരു പാലമാണല്ലോ. ആ സിറാത്ത് കടന്നിട്ട് വേണം നരകത്തിൽ നിന്ന് പാസ് ചെയ്ത് നരകത്തിൻ്റെ കുണ്ടിലേക്ക് വീഴാതെ നരകത്തെ പാസ് ചെയ്തു പോയി സ്വർഗത്തിലെത്തണമെങ്കിൽ ആ സിറാത്തിലൂടെ കിടക്കണം. അപ്പോൾ നബി തങ്ങൾ അവിടെ നിന്നുകൊണ്ട് അല്ലാഹുമ്മ സല്ലിം സല്ലിം, അല്ലാഹു എൻ്റെ ഉമ്മത്തിനെ കാക്കണേ എന്ന് പറയാത്ത ഇജ്താസന്നാസ്, ജനങ്ങളൊക്കെ മുറിച്ചു കിടക്കുന്നത് വരെ നമ്മൾ മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി, ജഹന്നമിൽ നിന്ന് ജനങ്ങൾക്ക് നജാത്ത് കൊടുക്കുന്നവർ എന്ന് പറഞ്ഞതാണ്. യാ റബ്ബി സ്വല്ലി അലൻ നബിയ്യി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി എന്ന് പറയുന്നത് അതൊക്കെയാണ്. ഗദിൽ നാളെ ജനങ്ങളെ നരകത്തിൽ നിന്ന് ജഹന്നമിൽ നിന്ന് രക്ഷിക്കുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ സല്ലിം സല്ലിം എന്ന് പറഞ്ഞുകൊണ്ട് അവരൊക്കെ രക്ഷിക്കുകയാണ്. ഇങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖിയാമത്ത് നാളിലെ ആ മഹത്തായ സ്ഥാനമഹാത്മ്യം പറയുന്ന ഒരുപാട് ഹദീസുകൾ. വേറെ ചില ഹദീസിൽ കാണാം എല്ലാ നബിമാർക്കും അല്ലാഹു തആല ഓരോ ദഅവത്തും ഒരു ദുആക്ക് അവസരം കൊടുത്തിരുന്നു. ആ ദുആ എല്ലാ നബിമാരും പല പല ഘട്ടങ്ങളിൽ അത് ഉപയോഗിച്ചു. ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ യദ്ഉ ബിഹാ, എല്ലാ നബിമാർക്കും അല്ലാഹു ഓരോ ദഅവത്ത് കൊടുത്തു, പ്രാർത്ഥന കൊടുത്തു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉറപ്പായ പ്രാർത്ഥന. അവരൊക്കെ പലരും അത് പ്രയോഗിച്ചപ്പോൾ വഖ്തബഅതു ദഅവതി, എനിക്കുള്ള അവസരം ഞാൻ ഉപയോഗിച്ചില്ല, അത് എൻ്റെ ഉമ്മത്തിന് ഷഫാഅത്തിന് വേണ്ടി ഞാൻ വെച്ചു. വഖ്തബഅതു ദഅവതി ഷഫാഅത്തൻ ലി ഉമ്മത്തി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എൻ്റെ ഉമ്മത്തിന് ഷഫാഅത്ത് ചെയ്യാനുള്ള അവകാശമായി എൻ്റെ ദഅവത്ത് ഞാൻ അവിടെ സൂക്ഷിച്ചു വെച്ചു, ഉപയോഗിച്ചില്ല. ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ ദഅ ബിഹാ ഫി ഉമ്മത്തി ഫസ്തുജീബ ലഹു വഅന ഉരീദു അൻ ഉഅഖിറ ദഅവതി ഷഫാഅത്തൻ ലി ഉമ്മത്തി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എൻ്റെ ഉമ്മത്തിന് ഷഫാഅത്ത് ചെയ്യാൻ വേണ്ടി എനിക്ക് അള്ളാഹു നൽകിയ ആ ദഅവത്തിൻ്റെ അവസരം ഞാൻ ഉപയോഗിക്കാതെ, ദുനിയാവിൽ ഉപയോഗിക്കാതെ അവിടെ സൂക്ഷിച്ചു വെച്ചു നമുക്ക് വേണ്ടി. സൂറത്തു തൗബയിലെ 28-ാമത്തെ ആയത്തിൽ, അവസാനത്തെ ആയത്തിൽ അല്ലാഹു തആല 128-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല സാക്ഷ്യപ്പെടുത്തുന്നതാണല്ലോ, ഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നമ്മുടെ കാര്യത്തിൽ, ഉമ്മത്തിൻ്റെ കാര്യത്തിൽ എത്രത്തോളം ഹിർസും അതിയായ താല്പര്യവുമുള്ള നബി എന്ന് പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നതും അതാണ്. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി വസല്ലം.